ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചുകൂടി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമെത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കൊന്നും ഞാൻ ഇതുവരെ റിപ്ലൈ കൊടുത്തില്ല. നല്ല തിരക്കായിരുന്നു, അച്ചാറിടലും പായ്ക്കലും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് എന്നാൽ ഞാൻ റിപ്ലൈ തരും കേട്ടോ. പിന്നെ പുതിയ കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്. ചില കമൻറ്റ് വന്ന ഞാൻ ഈ സമയം പേരുകൾ മറന്നു പോകും കേട്ടോ. ഇച്ചിരി ഓർമ്മക്കുറവുണ്ട് കേട്ടോ. വീഡിയോ എല്ലാം കാണുന്നുണ്ട്, ടൈപ്പ് ചെയ്യാൻ മടിയായോണ്ടാ കമൻസ് ഇടാത്തതെന്ന്. അങ്ങനെ ഒരിക്കലും പറയല്ലേ. നിങ്ങളുടെ ഈ കമൻസും ലൈക്കും ഇതൊക്കെ കാണുമ്പോഴേ എനിക്കും ഒരു സന്തോഷം. വീണ്ടും വീഡിയോ ഒക്കെ ഇടണമെന്നുള്ള ഒരു എന്താ ഒരു എനർജറ്റ് എനിക്ക് പൈസ പോലെ ഇട്ടിരുന്നെങ്കിൽ ചിരിക്കോ ഞാൻ ഈ പറയുന്നത് കേട്ട്. അതൊക്കെ നേരമല്ലേ നമുക്ക് ഒരു നല്ലൊരു നിങ്ങളിൽ ഫീലിംഗ് വരുന്നു. പിന്നെയല്ലേ വണ്ടിക്ക് പെട്രോൾ അടിക്കുമ്പം അതുപോലെ മമ്മിക്ക് അതുകൊണ്ട് നിങ്ങൾ കമൻസൊക്കെ ഇടണം കേട്ടോ. കാണുന്നവരൊക്കെ എനിക്കറിയാം എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും അല്ല, മിക്ക ആൾക്കാരും കാണുന്നുണ്ട്, കമൻസ് ഇടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്നവരുടെ പകുതി ആൾക്കാരേലും കമൻ്റ് ഇടുവാണെങ്കിൽ നല്ലതല്ലേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ സമയം രാത്രി 10 മണിയായി. എനിക്ക് ഇനിയും വേണം പോയി കുളിക്കാൻ. ഇവർക്കൊക്കെ ഫുഡ് കൊടുത്തു. പോൾമോൻ താഴെ, അവനാണെങ്കിൽ ഇന്നലെ വോളിബോൾ കളിക്കാൻ പോയി. മെനഞ്ഞാന്ന് ബാസ്കറ്റ് ബോളായിരുന്നു. കാല് ചിറമ്പി വന്ന് നീരായിരുന്നു. ഇന്നലെ ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് ഒരു സൈസ് ഓയിൽ കൊണ്ടുവന്നായിരുന്നു. അത് പുരട്ടി കൊടുത്തു. പിന്നെ ക്രൈ ബാൻഡേജ് കെട്ടി വേദനയുടെ ഗുളിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരന്മാർ വന്ന് വിളിച്ചോണ്ട് അവൻ വരുന്നില്ലെന്ന് പറയും. പിന്നെ ഇവിടെ താഴെ ഇരുന്ന് അവൻ കുറച്ച് കാര്യം പറയാമെന്നും പറഞ്ഞ് പോയതാണ്. പിന്നെ കോളേജ് അവന് 13-ാം തീയതി തുടങ്ങും. അപ്പോൾ ഇത്രയും നാളും കുഴപ്പമില്ല. ഇപ്പോൾ താണ്ടെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് വന്ന് ഇരിക്കുന്നു. നമുക്ക് കുറഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, ഇപ്പോൾ രാവിലെ എല്ലാവർക്കും ചായ കൊടുത്തു. ഇപ്പം ഞാനും കൂടെ എടുത്തു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെളിയിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്കിന്നലെ വൈകിട്ട് അരിയൊന്നും അരച്ച് വയ്ക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായതുകൊണ്ട് ഇന്ന് വെളിയിൽ നിന്ന് വട സാമ്പാർ വാങ്ങിച്ചു. ഇപ്പം ഞാൻ ഇച്ചിരി ഡാള് കറിയാണ് വെക്കുന്നത്. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പും, പച്ചമുളക്, 2-3 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, രണ്ട് ടൊമാറ്റോ. ഇതൊന്ന് വേവിച്ചെടുക്കാം. കാബേജും ക്യാരറ്റും കൂടെ വെക്കുന്നത്. അപ്പം ഞാൻ 2 പച്ചമുളകും കീറിയിടുന്നുണ്ട്. ഇതിൽ തന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടെ, ഉള്ളി ഇച്ചിരി ഒന്ന് സെപ്പറേറ്റ് ഒന്ന് വഴട്ടും. പലപ്പോഴും പല രീതി വെക്കും. ഇച്ചിരി ഇഞ്ചിയും കൂടെ കൊത്തി അരിയാം. ഇവിടെ മഴ അങ്ങനെ പെയ്യുന്നില്ല വലുതായിട്ട്, പക്ഷേ ഇടി വെട്ടുന്നുണ്ട്. എവിടോ നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ നെറ്റ് ഇങ്ങനെ അടിച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും മഴ വെളി പെയ്യുന്നോ ഒന്നും കാണാനും പറ്റത്തില്ല. നല്ല മണമുള്ള കറിവേപ്പില ഇപ്രാവശ്യം കിട്ടിയത്. വലിയ ഇലയാണെങ്കിലും മണമുണ്ട്. ഉപ്പിട്ട് കുഴച്ചപ്പോഴേ വെള്ളം ഊറുന്നു. अनु बारिश में भी बच्चा को उधर रखता है अनु। अभी क्या करते हैं 4-5 महीने आज भी वहाँ नहीं आया, वो अभी आता ही नहीं। तो
घर पे भी नहीं आते। उसका मम्मी उसका घर पे है, हाँ मम्मी के उसका मम्मी को जाके बात करने का ना तू। करती हूँ बात। वो अरे ऐसे इसकी मम्मी को बोल के क्या फायदा है, वो ही नहीं रहता है तो नहीं हो बोरिंग वो रहेगा। लोग ही बोला ना तू बच्चा को मैं पैदा करके दे, हम लोग ही देखेगा करके। हाँ मम्मी ने बोला सबको, लेकिन मेन तो वो है ना, अभी वो 2 दिन अच्छा रहता है फिर वो नाटक करके जाता है। मतलब कि अभी वो आया था मुझे भगा दिया, मैंने तो आई मत जा। तो बच्चे को तो कैसा करेगा? क्या करूँ खाली अभी इससे अटैच लेने को हो जाएगा तो फिर घर पे रह सकता है, कुछ खाने लग जाएगा ना थोड़ा, कुछ भी इसलिए 5-6 महीने तक तो थोड़ा करना पड़ेगा। क्या करूँ अभी खिला के ही आऊँगी। अभी बेटी का स्कूल नहीं है इसके लिए वो आ सकते, बाद में कौन देखेगा? यही देख लो एडजस्ट करूँगा। ഓരോരുത്തരും ഇനി എത്രമാത്രം ബുദ്ധിമുട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോളാം. നമ്മൾ എന്തെങ്കിലും നമുക്കാണ് പ്രയാസം, നമുക്കേ ഉള്ള ബുദ്ധിമുട്ടെന്ന്, അങ്ങനൊന്നുമല്ല. ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനകൾ. അനു ഇപ്പം വന്ന് അവളുടെ കാര്യം പറയുക, സത്യം പറഞ്ഞാൽ സങ്കടം വരും ചില സമയത്ത് അവളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം. അവളിപ്പം വന്ന് അപ്പം ഞാൻ ചോദിക്കുക, ഇപ്പം മഴയുണ്ടല്ലോ ഇവിടെ, മഴയത്തും കൊച്ചിനെയും കൊണ്ടാണോ വരുന്നതെന്ന്. ആണെന്ന്. ഇപ്പം മൂത്ത കൊച്ച് ഇപ്പം സ്കൂളിൽ പോകുന്നില്ല, അതുകൊണ്ട് ആ കൊച്ച് വന്ന് കൂട്ടിയിരിക്കും. അവൻ കഴിഞ്ഞിടെ വന്നുണ്ടെ അവൾ പറഞ്ഞെന്ന് നീ വരണ്ടാന്ന്. ഞാൻ പറഞ്ഞു നീ ചെന്ന് അവൻ്റെ അമ്മയുടെ അടുത്ത് പറ. അപ്പോൾ പറയുന്നു അന്നവർ പറഞ്ഞത് നീ കൊച്ചിനെ ഇനി ഉണ്ടാക്കി തന്നാൽ അത് ഞങ്ങൾ നോക്കിക്കുവാണ്. അവൾ പറയുന്നു അവരും ജോലിക്ക് പോകും, എന്തോ ചെയ്യാനാ, എങ്ങനെയും 4-5 മാസം നോക്കിയിട്ട് കൊച്ചു പിന്നെ വല്ലതും അങ്ങനെ കഴിക്കാനൊക്കെ ഇച്ചിരി കൊടുക്കാൻ നേരം വീട്ടിൽ നിർത്താൻ എന്തോ കഷ്ടപ്പാടാണ്, എന്തോ കഷാൻ പറഞ്ഞു പാൻ്റൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട് വെക്കണേന്ന് പറഞ്ഞവരെ ഓരോരുത്തരുടെ തലയിലല്ലേ. ഇവക്ക് സത്യം പറഞ്ഞാൽ ഇതിലൊരു കൊച്ച് വേണ്ടാന്നായിരുന്നു ഇവൾക്ക്. അപ്പം അവർ 3 ആൺപിള്ളാരാണ്. തന്ത ഈ കഴിഞ്ഞിടെയാണ് മരിച്ചത്. തന്തയും ഭയങ്കര കുടിയായിരുന്നു, ഇവനും ഭയങ്കര കുടിയാണ്. അവൻ ഒരാഴ്ച ജോലിക്ക് വന്നാൽ 4 ദിവസം വരത്തില്ല. കുടിച്ചിട്ട് അവൾ പറയും കുടിച്ചിട്ട് ഇവിടെ വരരുതെന്ന്. അവൻ അവിടെ അടുത്ത് തന്നെ അവൻ്റെ വീട്, തള്ളയെടുത്ത് പോകും. എന്നാൽ തള്ള പറഞ്ഞ് മനസ്സിലാക്കണ്ടേടാ, നിനക്കൊരു കുടുംബമായി, നീ ഇങ്ങനെ ചെയ്യരുത് കുടിക്കരുതെന്ന്. തള്ള വെച്ച് വരി കൊടുത്തോണ്ടിരിക്കുമെന്ന് അവൾ പറയുന്നതാണേ. ഞാൻ ഒന്നും കണ്ടിട്ടില്ല, അവൾ വന്ന് പറയുന്ന സംഭവം പറഞ്ഞ. അന്ന് ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞെടി നീ പ്രഗ്നൻ്റായി, അയ്യോ എന്തോ ചെയ്യോടി, പിന്നെ നീ ജോലിക്ക് എങ്ങനെ പോകുന്നേരം അവൾ പറഞ്ഞു ആൻറ്റി അവൻ്റെ അമ്മ പറഞ്ഞെന്ന് നീ പ്രസവിച്ച് തന്നാൽ മതി, ഞാൻ നോക്കിക്കോളാന്ന്. അവൻ്റെ അമ്മ ചെറുപ്പക്കാരിയാണ്, നല്ല കാണാനൊക്കെ സുന്ദരിയാണ്. ഇന്നാളി ഇവിടെ വന്നാണ് ഇവിടെ കൊണ്ടുവന്നായിരുന്നു അവൾ. അപ്പോൾ അവർ ഇതുപോലെ ജോലിക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് ഇപ്പം മോൻ പോയി നിൽക്കുന്നത്. ഈ ഒരു കൊച്ചുണ്ടായി, അതൊരു ആൺകൊച്ചുമാണ്, നോക്കത്തേ ഇല്ല. ഇപ്പം അവിടൊക്കെ അമ്മ ഇച്ചിരി അസുഖമൊക്കെ ഉള്ളത് വയ്യാത്തയാണ്. അവിടെ അമ്മ ചെയ്ത ജോലികളാണ് അവളിപ്പം ചെയ്യുന്നത് ഓരോരുത്തർ. അവിടെ അമ്മ ഞാൻ പറഞ്ഞില്ല 6:30 ആകുമ്പോൾ അവൾ അവിടെ ഈ പോൾമോൻ്റെ കോളേജിൻ്റെ അവിടെ കുറേ ഓഫീസുകളുണ്ട്, അവിടെ പോകും. ഒരു 3-4 ഓഫീസുകളുണ്ട്. അവിടെ നിന്ന് അവൾക്ക് എങ്ങനെയും ഒരു മാസം 10,000 രൂപ കിട്ടുന്നത്. അവിടെ പോകും. അത് തള്ള ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തള്ളയ്ക്ക് വയ്യാതായാണ് ഇവളാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾ അതിന് പോകുന്നുണ്ട്. പിന്നെ ഈ കൊച്ച് ഇവളുടെ ആദ്യത്തെ കെട്ടിലെ കൊച്ചെന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ ആ കൊച്ച് ഒരു ദിവസം, അതുകൊണ്ട് അവൾ ഇവിടെ വരുന്നത് ചിലപ്പം 3 മണി 3:30 2:30 ഞാനൊന്നും പറയാനും പറ്റത്തില്ല. എനിക്കും ബുദ്ധിമുട്ടാണ്. ഇവിടെ അവൾ ആ സമയത്തൊക്കെ വരുന്ന ഉടനെ ഇവിടെ ഡാഡി കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. ഡാഡി ഉച്ചയ്ക്കാണ് പോയി കുളിക്കുന്നത്, 3 മണിക്കാണ് കഴിഞ്ഞാൽ പോയി കുളിക്കുന്നത്. ഞാൻ എന്തോ പറയണ്ട, ഡാഡി പലപ്പോഴും എന്നോട് പറയാം അവളോട് പറഞ്ഞ സമയത്ത് വരാൻ. ഞാൻ അന്നേരം പറഞ്ഞു ഡാഡി ഇതാ അവസ്ഥ, എന്തോ ചെയ്യാനാ, നമുക്ക് പെണ്ണുങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒന്നും പറയത്തില്ല, എന്തോ ചെയ്യാനാ. ഒരു ദിവസം അവൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അവൾ എന്നിട്ട് ഫോൺ കൊച്ചിൻ്റെ കൊടുത്തിട്ടാണ് വരുന്നത്, എൻ്റെ നമ്പർ കൊടുത്തിട്ടാണ് വരുന്നത്. ഇവിടെ ജോലിക്ക് വരുന്ന ഉടനെ ഒരു ദിവസം എൻ്റെ ഫോണിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ എൻ്റെ ഫോണിൽ അവിടെ ഞാൻ റെഡി നിൻ്റെ ഫോൺ എന്ത് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ ബേട്ടിയുടെ മോടെ കയ്യിൽ കൊടുത്തിട്ടാണ് വന്നത്. കൊച്ചിൻ്റെ അടുത്ത് ഇരിക്കുക, അവൾ കൊച്ച് കരയെന്ന് പറഞ്ഞു. പിന്നെ അവൾ പെട്ടെന്ന് ഓടിപ്പോയി. എന്തോ ചെയ്യാനോ, ഓരോരുത്തരുടെ അവസ്ഥയും എന്തോ ചെയ്യും. അവൾ എങ്ങനെയും ഒരു 5-6 മാസമായി. പിന്നെ കുറുക്കും എല്ലാം കൊടുത്താൽ മമ്മിയെ ഏൽപ്പിക്കാമെന്നും പറഞ്ഞ് അവളിരിക്കുക. കഷ്ടം തന്നെ.
ഒന്നും കറി വയ്ക്കാൻ തൈരൊന്നും അങ്ങനെ വെച്ചിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ എന്നും ഇവിടെ മോരല്ലേ. ദാള് കറി ഇവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി. മല്ലിയില ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. മല്ലിയില ഇല്ലായിരുന്നു. അപ്പോൾ അത് ഇച്ചിരിയും കൂടെ സമയം ഒരു വിസിലൂടെ വരുമായിരുന്നെങ്കിൽ അടിക്ക് പിടിച്ചതിനെയായിരുന്നു. ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ളം, ഇപ്പം കുടിക്കാൻ വെള്ളം തിളപ്പിച്ചില്ലേ, അതിൽ നിന്നുള്ള ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എടുക്കട്ടെ. ഇവിടെ പ്രൈസനും പോളിനും ഇത് ഇഷ്ടമാണ്. അപ്പച്ചനും ഡാഡിക്ക് അത്ര താല്പര്യമില്ല, റീച്ചാനും അത്ര ഇഷ്ടമല്ല. എന്നാൽ ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ആ സമയം വരുന്നതിന് മുമ്പ് ഇവിടെ നിന്നും ഇവർ ഇതായിരുന്നു ഉണ്ടാക്കുന്നത്, ഡാലും ചോറും. ഈ കുക്കറിൻ്റെ അകത്ത് 3 തട്ടുള്ള കുക്കറുണ്ടായിരുന്നു. അപ്പം ചോറ് ഒരു തട്ടിൽ, ഡാൽ ഒരു തട്ടിൽ, 2 വിസിൽ വരുമ്പം ഡാൽ കറി ആയി, ചോറുമായി. അപ്പോൾ ഞാനിതിനൊന്ന് കടുകൂടെ വറക്കട്ടെ. അപ്പം ഞാൻ ഇച്ചിരി ജീരകവും കടുകും ഇട്ട്, പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും കറിവേപ്പിലയും സവാളയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് കടുക് വറുത്ത് ചേർക്കട്ടെ. ഒരുത്തൻ കുളിക്കാൻ പോയി, വെള്ളം തണുപ്പാ, അതിൻ്റെ പാട്ടാ. ഒഴിയടാ. ഇങ്ങനെ കടുകൊക്കെ വറുത്ത് ചേർത്തു. അവിടെ പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് ഇത് കറി വെച്ചിട്ട് ഞാൻ പിന്നെ പോയി ദേഹത്തൊക്കെ വെള്ളം ജെട്ടെടുത്ത് അടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവിടെ കിടന്ന് ഡാൻസും കളിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് പിന്നെ മീനച്ചാർ ഇടണമായിരുന്നു. അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ഞാൻ കാണിച്ചില്ല, എല്ലാം വറുത്തതും എല്ലാം ഒന്നും കാണിച്ചില്ല. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജായി. ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പിറ്റേന്നാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മീനച്ചാറൊക്കെ നല്ല സെറ്റായി. പക്ഷേ അതിനിയും ഓർഡർ ചെയ്താലില്ല, അത് മൊത്തം ഓർഡർ ആയി, തീർന്നു. ഇനിയും മീൻ കിട്ടുവാണെങ്കിൽ ഇടാം. ഇനിയിപ്പം ട്രോളിംഗ് ഒക്കെ അറിയത്തില്ല കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം മീനൊക്കെ ഞാനൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ബോട്ടിലുകളിലൊക്കെ ആക്കണം. അങ്ങനെയുള്ള തിരക്കുകളായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റേതായ രീതിയിൽ ബോട്ടിലുകളിലാക്കണം. ഇനിയും കാണിക്കുന്നത് സൺഡേയിലത്തെ വീഡിയോയാണ് കേട്ടോ. പോളിന് ഈ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു അവിടെ കൊണ്ടുവന്ന ഒരു അവിടെ കൊച്ചുമോനാണ് ഇത്. അവനെ എടുത്ത് നൂഡിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നൂഡിൽസ് ആ കൊച്ചിനെ തീറ്റിക്കാൻ നോക്കുക പോള്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.